കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ ബി.ജെ.പി. മന്ത്രിയെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ തയ്യാറാവാത്ത നടപടിയെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. മന്ത്രിയെ സംരക്ഷിക്കുന്ന ബി.ജെ.പി. നടപടി തെറ്റാണെന്നും കോടതി പോലും ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടും എന്തിനാണ് മന്ത്രി വിജയ് ഷായെ ബി.ജെ.പി. സംരക്ഷിക്കുന്നതെന്നും സന്ദീപ് വാര്യർ ചോദിച്ചു. പ്രധാനമന്ത്രി മോദിയെയും അദ്ദേഹം വിമർശിച്ചു. ഫേസ്ബുക്കിലൂടെയായിരുന്നു ഈ രൂക്ഷ വിമർശനം. പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്ത്യയുടെ അഭിമാനമായ സൈനിക ഉദ്യോഗസ്ഥ സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ച മന്ത്രിയെ സംരക്ഷിക്കാനാണ് ബി.ജെ.പി. തീരുമാനമത്രേ. ഇന്ത്യൻ സൈന്യത്തെ തന്നെ അവഹേളിച്ചുകൊണ്ട് സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ച മന്ത്രിയെ രാജിവെപ്പിക്കും എന്ന പ്രതീക്ഷയിലാണ് കഴിഞ്ഞ ദിവസം 24 ന്യൂസിൽ ബി.ജെ.പി. പ്രതിനിധി പോലും പ്രതികരിച്ചത്. പക്ഷേ മന്ത്രിയെ സംരക്ഷിക്കാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. രാജ്യസ്നേഹത്തിന്റെ മൊത്ത കച്ചവടം ഏറ്റെടുത്ത പാർട്ടിയാണല്ലോ ബി.ജെ.പി. മന്ത്രി വിജയ് ഷായെ സംരക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. കോടതി പോലും എടുത്തുകുടഞ്ഞിട്ടും സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ച മന്ത്രിയെ സംരക്ഷിക്കുന്ന ബി.ജെ.പിയെയും നരേന്ദ്രമോദിയെയും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഏതു പൗരന്മാർക്കാണ് അംഗീകരിക്കാൻ കഴിയുക? ഇല്ല. മോദി ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഇന്ത്യൻ സൈന്യത്തെ ബഹുമാനിക്കുന്ന കോടിക്കണക്കിന് ഭാരതീയരുടെ പ്രതിഷേധാഗ്നിക്ക് മുന്നിൽ നിങ്ങൾക്ക് വിദ്വേഷ പ്രചാരകനായ മന്ത്രിയെ ഏറെ നാൾ സംരക്ഷിക്കാൻ കഴിയില്ല. രാജിവെപ്പിച്ചേ മതിയാകൂ. നേരത്തെ വിവാദമായ സംഭവത്തിൽ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷാക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി രംഗത്ത് വന്നിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് രാജ്യം നൽകിയ തിരിച്ചടി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച കേണൽ സോഫിയ ഖുറേഷിയെ കുറിച്ച് നടത്തിയ പരാമർശത്തിലാണ് കോടതി ഷായെ നിർത്തിപ്പൊരിച്ചത്. ഒരു പൊതുപരിപാടിയിൽ വെച്ചാണ് വിജയ് ഷാ വിദ്വേഷ പരാമർശം നടത്തിയത്. സോഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്ന വിധത്തിൽ പരാമർശിച്ചതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയത്. പഹൽഗാമിലെ കൂട്ടക്കൊലയിലൂടെ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ച ഭീകരരെ അവരുടെ തന്നെ സഹോദരിയെ ഉപയോഗിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തകർത്തുവെന്നായിരുന്നു വിജയ് ഷാ പറഞ്ഞത്. അതേസമയം തീവ്രവാദികളുടെ സഹോദരി എന്ന് സോഫിയ ഖുറേഷിയെ മന്ത്രി വിശേഷിപ്പിച്ചത് രാജ്യത്ത് വലിയ വിവാദമായിരുന്നു. കേസിൽ മന്ത്രിക്കെതിരെ കേസെടുക്കാൻ മധ്യപ്രദേശ് ഹൈക്കോടതി ഉത്തരവിട്ടതിനു പിന്നാലെയാണ് സുപ്രീം കോടതിയും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. മന്ത്രിയുടെ പരാമർശത്തിൽ കടുത്ത അതൃപ്തിയാണ് സുപ്രീം കോടതി രേഖപ്പെടുത്തിയത്. ഭരണഘടനാ പദവികൾ വഹിക്കുന്ന വ്യക്തികൾ പ്രസ്താവനകളിൽ സംയമനം പാലിക്കണമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് B.R. ഗവായ് ഓർമ്മിപ്പിച്ചു. മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ പോയി ക്ഷമ ചോദിക്കാനും ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ വിവേകം കാണിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത മധ്യപ്രദേശ് ഹൈക്കോടതി FIR ഫയൽ ചെയ്യാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഇൻഡോറിലെ മാൻപൂർ പോലീസ് ആണ് മന്ത്രിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവും വിജയ് ഷാക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. വിജയ് ഷായുടെ പരാമർശങ്ങൾ ഇന്ത്യൻ നിയമപ്രകാരം കുറ്റകൃത്യങ്ങളാണെന്നും സാമുദായിക ഐക്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുവെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു.